हबीबे वो दिल मन इलाही से रोशन, मदीने के गुलशन या नूर मौला। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, അൽ ഉലമ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മീലാദുൻ നബി പ്രഭാഷണ പരമ്പരയുടെ മൂന്നാമത്തെ ദിവസമായ ഇന്ന് ആരായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിച്ചുകൊള്ളാം. അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മാനവ ജനതയെ സത്യത്തിലേക്കും നന്മയിലേക്കും നീതിയിലേക്കും കൈപിടിച്ചാനയിക്കുവാൻ ലക്ഷക്കണക്കിന് പ്രവാചക പ്രബോധകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലേക്ക് നിയോഗിക്കുകയുണ്ടായി. അതിൽ അവസാനത്തെ കണ്ണിയായി സർവ്വ പ്രവാചകന്മാരുടെയും അധ്യക്ഷ പദവി ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്ന പ്രവാചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാലം നിരവധി നേതാക്കളെയും വിപ്ലവകാരികളെയും പ്രതിഭാശാലികളെയും കണ്ടിട്ടുണ്ട്. അവരിൽ പലരുടെയും പ്രതിമകളും ഫോട്ടോകളും ബിംബങ്ങളും നിലവിലുണ്ട്. സ്മരണകൾ നിലനിർത്താൻ സ്മാരകങ്ങൾ ആളുകൾക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന, പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രതിമകളില്ലാതെ, ചിത്രങ്ങളില്ലാതെ, സ്മാരകങ്ങളില്ലാതെ സ്മരിക്കപ്പെടുന്ന, ഓർമ്മിക്കപ്പെടുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ചരിത്രം പൂർണ്ണമായ വ്യക്തി ഉണ്ടെങ്കിൽ മുഹമ്മദ് നബി തങ്ങൾ മാത്രമാണ്. ലോകത്ത് പല ഇതിഹാസ പുരുഷന്മാരും കടന്നുപോയിട്ടുണ്ട്. അവരുടെ ചരിത്രങ്ങൾ നിലവിലുണ്ട്. പക്ഷേ അത് അപൂർണമാണ്, പൂർണ്ണമല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തി ജീവിതം, കുടുംബ ജീവിതം, സാമൂഹിക ജീവിതം, രാഷ്ട്രീയ ജീവിതം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ സകലമാന വശങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചരിത്രം പൂർണ്ണമായ വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു, സൽസ്വഭാവിയായിരുന്നു നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ വിലയിരുത്തുന്നത് ആ നബിയുമായി ഏറ്റവും കൂടുതൽ ഇടപഴകിയ, സഹവസിച്ച ഭാര്യമാരാണ്. ലോകത്ത് പല പ്രശസ്തരായ ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ നാട്ടുകാർ അവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവരുടെ ഭാര്യമാർ അവരെ ഇകഴ്ത്തിയാണ് സംസാരിച്ചിട്ടുള്ളത്. കാരണം അവരെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് ഭാര്യമാർക്കാണ്. നാട്ടുകാരുടെ മുന്നിൽ മാന്യത കാണിക്കുന്ന പലരും വീടുകളിൽ ഭാര്യമാരെടുത്ത് ആ മാന്യത പുലർത്താറില്ല. നാട്ടുകാരോട് നല്ല സ്വഭാവത്തോടെ പെരുമാറുന്ന പലരും വീട്ടിൽ ഭാര്യമാരോട്, കുടുംബക്കാരോട് നല്ല രീതിയിൽ ഇടപഴകാറില്ല. ആരായിരുന്നു ഐൻസ്റ്റീൻ? ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ജർമ്മനിയിൽ ജനിച്ച മനുഷ്യനാണ് ഐൻസ്റ്റീൻ. ജർമ്മനിയിൽ ചെന്ന ഐൻസ്റ്റീനെ പറ്റി ചോദിച്ചാൽ അദ്ദേഹം വളരെ മാന്യനാണെന്ന് പറയും. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഒരിക്കൽ പത്രക്കാര് ചോദിച്ചു. ഭാര്യ പറഞ്ഞത് വീട്ടിൽ അദ്ദേഹം മാന്യനല്ലായിരുന്നു, വഴക്കാളിയായിരുന്നു അദ്ദേഹം എന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിന് വേണ്ടി പോരാടി നോബൽ സമ്മാനം കരഗതമാക്കിയാണ് നെൽസൺ മണ്ടേല. 3 ഭാര്യമാരും 18 പേരക്കുട്ടികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. നെൽസൺ മണ്ടേല മരണപ്പെട്ടപ്പോൾ എല്ലാ രാജ്യത്തിന്റെ പ്രതിനിധികളും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. പത്രക്കാര് ഭാര്യമാരോട് ചോദിച്ചു, നെൽസൺ മണ്ടേലയുമായിട്ടുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളെ സംബന്ധിച്ച്. ഒട്ടേറെ കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ആ ഭാര്യമാര് പറഞ്ഞത്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് സ്വഹാബത്ത് കടന്നു ചെന്ന് ആയിഷ ബീവിയോട് ചോദിക്കുകയാണല്ലോ, ഉമ്മ, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായി കണ്ടിട്ടുള്ള വ്യക്തി ആരാണ്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മറുപടി പറഞ്ഞത്, കരഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞത്, എന്റെ ഭർത്താവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സ്വഹാബത്ത് ചോദിച്ചു, എന്തായിരുന്നു പ്രവാചകന്റെ സ്വഭാവം?
ആ സമയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി എല്ലാവരും പുകഴ്ത്തിയാണ് സംസാരിച്ചിട്ടുള്ളത്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ പുകഴ്ത്തിയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടപ്പോൾ അമ്മായിയായ സഫിയ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, അലാ യാ റസൂലല്ലാഹി കുന്ത റജാനാ വകുന്ത ബിനാ ബർറൻ വലം തകു ജാഫിയാ വകാന ബിനാ ബർറൻ റഹീമൻ നബിയുനാ لا يبكي عليك اليوم من كان باكيا. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെടുമ്പോൾ അവിടുത്തെ അമ്മായിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ സങ്കടത്തോടെ പറയുകയാണ്, അങ്ങ് ഞങ്ങളുടെ പ്രതീക്ഷയായിരുന്നു നബിയേ, അങ്ങ് ഞങ്ങൾക്ക് ഗുണം ചെയ്തവനായിരുന്നു നബിയേ, അങ്ങ് ഞങ്ങളോട് ഒരിക്കൽ പോലും പിണങ്ങിയിരുന്നില്ല നബിയേ, ഞങ്ങളോട് നന്മയും കരുണയും കാണിച്ചവരാണ് നബിയേ, ഈ ദിവസം കരയുന്നവർ അങ്ങയുടെ കാര്യത്തിൽ കരയട്ടെ എന്ന് മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു തആല പറയുകയാണ്. സഫിയ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ പുകഴ്ത്തി പറയാണ്. എന്തിനേറെ അമുസ്ലിമീങ്ങളായ ആളുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ പുകഴ്ത്തിയാണ് സംസാരിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞതെന്താ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വ പവിത്ര പുത്രനോ കാരുണ്യവാൻ നബി മണിമുത്തുരത്നമോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ശ്രീനാരായണ ഗുരു പറയാണ്, കാരുണ്യത്തിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നബി തങ്ങളെ എല്ലാവരും പ്രശംസിച്ചു പറഞ്ഞു, നബിയുടെ സ്വഭാവത്തെ പുകഴ്ത്തി പറഞ്ഞു. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ആ പുണ്യനബിയെ സംബന്ധിച്ച് അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നാം പഠനം നടത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരിക്കും മനസ്സിലാക്കി ആ പ്രവാചകനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരും ഉൾപ്പെടാൻ ശ്രമിക്കുക. നാഥൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.